നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ജോലിസ്ഥലത്തേക്കും തിരിച്ചുള്ള യാത്രക്കിടയിൽ ജീവനക്കാർ അപകടത്തിൽപ്പെട്ടാൽ എംപ്ലോയീസ് കോമ്പൻസേഷൻ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി. 1923 നിയമപ്രകാരം ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നഷ്ടപരിഹാരം ലഭിക്കും. ജോലിക്കിടെ മാത്രമല്ല, ജോലിസ്ഥലത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾക്കും ഇത് ബാധകമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. അപകടത്തിന്റെ സമയം, സ്ഥലം, സാഹചര്യങ്ങൾ എന്നിവ വ്യക്തമായി തെളിഞ്ഞാൽ ഇസി ആക്ടിലെ സെക്ഷൻ 3 തൊഴിലിൽ നിന്നുമുണ്ടാകുന്ന അപകടം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്നും ജസ്റ്റിസുമാരായ മനോജ് മിശ്രയും കെ.വി. വിശ്വനാഥും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലെ പഞ്ചസാര ഫാക്ടറി വാച്ച്മാനായിരുന്ന ഷാഹു സംത്രാവു ജാദവിനെ ജോലി പോകുന്നതിനിടെ അപകടത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് വിധി. ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസമാകുന്നതാണ് കോടതിയുടെ ഇടപെടൽ. ജീവനക്കാരൻ തന്റെ താമസ സ്ഥലത്ത് നിന്ന് ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി ചെയ്ത ശേഷം ജോലി സ്ഥലത്ത് നിന്ന് താമസ സ്ഥലത്തേക്കോ പോകുമ്പോൾ സംഭവിക്കുന്ന അപകടം ഇതിന്റെ പരിധിയിൽ വരുമെന്ന് വിധിന്യായത്തിൽ പറഞ്ഞു. അപകടത്തിന്റെ സമയം, സ്ഥലം, സാഹചര്യങ്ങൾ, ജോലി എന്നിവ തമ്മിലുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കും നഷ്ടപരിഹാരം. 2003 ഏപ്രിൽ 22-ന് ഫാക്ടറിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ബൈക്ക് അപകടത്തിലാണ് ഷാഹു സംത്രാവു മരിച്ചത്. പുലർച്ചെ 3 മുതൽ രാവിലെ 11 മണി വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. പുലർച്ചെ ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം. 4 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് തൊഴിലാളി നഷ്ടപരിഹാര കമ്മീഷനായ ഉസ്മാനാബാദ് സിവിൽ ജഡ്ജി 3,26,140 രൂപ നഷ്ടപരിഹാരം 12% വാർഷിക പലിശയും നൽകാൻ ഉത്തരവിട്ടു. കൂടാതെ തൊഴിലുടമയും ഇൻഷുറൻസ് കമ്പനിയും തുകയുടെ 50% പിഴയായി നൽകാനും ഉത്തരവിട്ടു. എന്നാൽ അപകടം നടന്നത് ഫാക്ടറി പ്രദേശത്തല്ലെന്നും കിലോമീറ്ററുകൾ അപ്പുറമാണ് എന്നും ചൂണ്ടിക്കാട്ടി തൊഴിലുടമയും കമ്പനിയും ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് നഷ്ടപരിഹാര വിധി റദ്ദാക്കുകയും ചെയ്തു. ഹൈക്കോടതി വിധി തള്ളിയ സുപ്രീം കോടതി കമ്മീഷണറുടെ വിധി ശരിവെക്കുകയായിരുന്നു.